പ്രൈസ് ദ ലോർഡ്. ബ്രദറെ, ഓരോ ദിവസത്തെയും വചനഭാഗത്ത് നിന്ന് പറയുന്ന വളരെ ഇന്ന് എന്തായിരിക്കും പറയുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. ആ വ്യാഖ്യാനം ഒത്തിരി ചെറിയ രീതിയിൽ, എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ വളരെ ചെറുത്, ഒത്തിരി നേരമൊന്നുമില്ല. എന്നാൽ ഏറ്റവും ആഴമായിട്ട്, ഏറ്റവും വ്യക്തമായിട്ട് ഒരു വചനഭാഗത്തെ വിശദീകരിച്ച് അതിൻ്റെ ഒരു വ്യാഖ്യാനം തരുന്നത് ഞാൻ ശരിക്കും ഇന്നെന്തായിരിക്കും പറയുന്നത്, ഇന്നത്തെ വചനത്തെക്കുറിച്ച് എന്തായിരിക്കും പറയുന്നതെന്ന് ഞാൻ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കാറുണ്ട് കേട്ടോ. അത് കേൾക്കാനും അതനുസരിച്ച് ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ വചനം കേട്ടപ്പോൾ എനിക്ക് ശരിക്കും അങ്ങനെ തോന്നി, വളരെ സന്തോഷം തോന്നി. അപ്പം നമ്മുടെ പാപങ്ങൾ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചെടുക്കാൻ പാടില്ല. അങ്ങനത്തെയൊക്കെയുള്ള ഒരു ബോധ്യങ്ങൾ ഒരിക്കലും എൻ്റെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ബോധ്യങ്ങളൊക്കെ തരുവാനായിട്ട് ബ്രദറിൻ്റെ ചെറിയ ഈ സെഷൻസ് ഒത്തിരി എനിക്ക് എൻ്റെ മനസ്സിലെ ബോധ്യങ്ങളെ ഉറപ്പിക്കാനായിട്ട്, എൻ്റെ വിശ്വാസത്തെയും എൻ്റെ ദൈവസ്നേഹത്തെയൊക്കെ ഉറപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അത് ഈ ഓരോ ദിവസത്തെയും വചനഭാഗം ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കുമെന്ന് ഞാനിങ്ങനെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ എനിക്കത് ശരിക്കും ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ കേൾക്കാനും എനിക്കത് മനസ്സിലാക്കാനും അതനുസരിച്ച് എനിക്ക് എൻ്റെ ഈശോയെ സ്നേഹിക്കാനും ഒക്കെ. അപ്പം നമ്മുടെ പാപങ്ങളൊക്കെ, പാപങ്ങൾ സാധാരണ ആരും തിരിച്ചെടുക്കാറില്ലല്ലോ, വിറ്റ സാധനങ്ങളൊന്നും. അത് വിറ്റുപോയി. ഇതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇന്ന് സ്പർശിച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും അടുത്ത പ്രാവശ്യം കുമ്പസാരിക്കാൻ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ പഴയ പാപങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് എപ്പോഴും ഇപ്പോൾ ഞാൻ കേൾക്കുന്ന ഒത്തിരി ധ്യാന പ്രസംഗങ്ങളിലും എല്ലാം ഇങ്ങനെ ഞാൻ കേൾക്കാറുണ്ട്. നമ്മുടെ പഴയ പാപങ്ങൾ നമ്മൾ കുമ്പസാരിച്ച് അതിനോട് ഇടവരുത്തരുത്, അത് നമ്മൾ പിന്നീട് ആവർത്തിക്കാൻ പാടില്ല എന്ന്. അപ്പം അതെല്ലാം കൂടെ എനിക്കറിയില്ല എങ്ങനെ പറയണമെന്ന്. ഇങ്ങനെ ചില പ്രാവശ്യത്തെ ഭയങ്കരമായിട്ട് എന്നെ സ്പർശിക്കാറുണ്ട്. ഒത്തിരി താങ്ക്സ് ബ്രദറിൻ്റെ പ്രബോധനങ്ങൾക്ക് കേട്ടോ. ഇത് ഒത്തിരി പേരെ എന്നെ പോലെ തന്നെ സ്പർശിക്കുന്നുണ്ടാവും. ദൈവത്തിന് നന്ദി. ബ്രദറിനെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമുക്കൊരു പാഠം നൽകുന്നുണ്ട്. വിവിധ മണിക്കൂറുകളിലായി ഈശോയുടെ മുന്തിരിത്തോട്ടത്തിലേക്ക് അവൻ വിളിക്കുകയാണ്. ഓരോ മണിക്കൂറും ഒരു പ്രത്യേകമായ, തുല്യമായ തുകയ്ക്കാണ് അവൻ വിളിക്കുന്നത്. എന്നാൽ നമ്മൾ ആ രീതിയിൽ നമ്മുടെ തൊട്ട് താഴെ വരുന്നവരെ കാണുന്നുണ്ടോ? ഞാൻ ഇച്ചിരി കൂടി നേരത്തെ വന്നയാളാണ്, നീ അത്രയും ആയിട്ടില്ല എന്നൊക്കെയുള്ളൊരു ചിന്തയാണോ നമുക്ക് ആ വ്യക്തിയോടുള്ളത്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവമാണ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. വിളിച്ചവൻ ദൈവമാണ്. മാത്രമല്ല, പ്രതിഫലവും തുല്യമാണ്. കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ ഫലമൊന്നും കിട്ടില്ല. അങ്ങനെ കാത്തിരിക്കുകയും വേണ്ട. ഇപ്പം എല്ലാവർക്കും തുല്യ വേതനമാണ്. ഒരേ ഒരു യജമാനാണ് വിളിച്ചിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടായാൽ മതി. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ, ഒരുപക്ഷെ നമുക്ക് ശേഷം വന്നവർ, അവരെയും സന്തോഷത്തോടുകൂടി കൈകൊടുത്ത് തമ്പുരാന്റെ വിളഭൂമിയിൽ ഒരുമിച്ച് കൈകോർത്ത് നടന്ന് ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. അതായിരിക്കും ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ജീവിതം. അങ്ങനെയൊരു മിനിസ്ട്രി നമ്മൾ ഓരോരുത്തരിലും രൂപപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ
പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.